ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതിയും കമ്പനിയിലെ സ്റ്റാഫുകളും എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രഘു വന്ന് പറയാണ്, എല്ലാവരും ജോലി ഒന്ന് നിർത്തിക്കേ, കരുണാകരൻ സാർ വന്നിട്ട് ഇനി ജോലി ചെയ്താൽ മതി എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും കരുണാകരൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, എല്ലാവരും ഈ കമ്പനിയിലേക്ക് ജോലി ചെയ്യാനാണോ അതോ പൂട്ടിക്കാനാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ മോഹനൻ പറയും, അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? അല്ലാതെ പിന്നെ ഈ ആഴ്ചയിൽ എത്രയാണ് റിട്ടേൺ വന്നത് എന്ന് നിങ്ങൾക്കറിയോ? 364 പീസാണ് റിട്ടേൺ വന്നത്. അതെല്ലാം നിങ്ങളുടെ അശ്രദ്ധക്കുറവുണ്ടല്ലേ? മോഹനം പറയണേ, അങ്ങനെയല്ല സാർ, എന്നെ കൊണ്ട് എല്ലാം കൂടി എത്തുന്നില്ല. ഇപ്പോൾ ഇവിടെ പ്രിയനില്ലാത്തത് കൊണ്ട് എല്ലാതും എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പ്രിയനാണെങ്കിൽ എല്ലാം ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് ശരിയാക്കിക്കും. അതാണ് പ്രിയൻ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ എന്നെ കൊണ്ട് എല്ലാം എത്തുന്നില്ല. ഈ കഥയൊന്നും എനിക്ക് മാനേജ്മെന്റിനോട് പറയാൻ കഴിയില്ലല്ലോ. നിന്നെ കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് നീ എന്നോട് പറയണമായിരുന്നു. അപ്പോൾ മോഹനം പറയണേ, അത് പിന്നെ സാർ, എനിക്ക് സാറിനോട് ഇക്കാര്യം പറയാൻ കഴിയാഞ്ഞത് സാറും കൂടി കുറച്ച് ടെൻഷനിലായിരുന്നില്ലേ? കമ്പനിയിലെ പ്രശ്നങ്ങളൊക്കെ കൂടി പോലീസുകാർ വന്നു പോവലും ഒക്കെ കാരണം, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയാതിരുന്നത് എന്ന് പറയുമ്പോൾ കരുണാകരൻ പറയണേ, നിങ്ങൾ വെറുതെ ന്യായീകരിക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പോൾ ഇവിടെ പ്രിയനില്ല എന്ന് കരുതിയിട്ട് കമ്പനി പിന്നെ മുന്നോട്ട് പോവണ്ടേ? അതുകൊണ്ട് ഇനി മുതൽ സൂപ്പർവൈസറായിട്ട് രഘുവിനെയാണ് ഞാൻ നിയമിക്കുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി എല്ലാവരും അങ്ങ് അതിശയിച്ചു പോവാട്ടോ. രഘുവിന് ഒന്നും അറിയില്ലല്ലോ, ഇവനാണെങ്കിൽ ഒരു വൃത്തികെട്ടവനുമാണ്, ഇവനെ ഒന്നും സൂപ്പർവൈസർ ആക്കാൻ പ്രിയന്റെ സ്ഥാനത്ത് ഇവനെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ അവരെല്ലാവരും മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ മോഹനം പറയാണ്, സാർ, ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, രഘുവിന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അറിയാത്ത ആൾ എങ്ങനെയാണ് സൂപ്പർവൈസർ ആവുക എന്ന് പറയുമ്പോൾ നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം ഇവിടെ ആരെയൊക്കെയാണ് സൂപ്പർവൈസർ ആക്കേണ്ടത്, ഇവിടെ ആരെയൊക്കെയാണ് എന്തൊക്കെ ജോലിയാണ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളത്. ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോയിക്കോ എന്നങ്ങ് പറയട്ടോ. പ്രിയന്റെ സ്ഥാനത്ത് നിന്ന് രഘു തന്നെ ഇനി സൂപ്പർവൈസറായി നിങ്ങളെയൊക്കെ മേൽനോട്ടം വഹിച്ചോളും. പിന്നെ 364 പീസ് റിജക്റ്റ് ആയതിന് നിങ്ങൾ 2 മണിക്കൂർ എല്ലാ ദിവസവും ഓവർ ടൈം ചെയ്ത് 1000 പീസ് എനിക്ക് തയ്ച്ചു തന്നേ മതിയാവും. മുതൽ രഘു പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ് കരുണാകരൻ പറയുന്ന ഓരോ വാക്കുകളും കേട്ടും കൊണ്ട് അപ്പുറത്ത് കൈലാസ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ കൈലാസ് കരുണാകരൻ സാർ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുമ്പോൾ കരുണാകരൻ തിരിഞ്ഞു നോക്കുമ്പോൾ കൈലാസിനെ കാണാണ്. അങ്ങനെ കൈലാസ് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നത് സാർ? ഇനിയിപ്പോൾ പ്രിയൻ ഇവിടേക്ക് വരില്ല എന്നുള്ളത് കരുണാകരൻ സാർ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? കരുണാകരൻ പറയണേ, പ്രിയൻ ഒരു സ്ത്രീലമ്പടനാണ്. അവൻ ഇനി ഇവിടേക്ക് ജോലിക്ക് വന്നാൽ ഇവിടെയുള്ള സ്ത്രീകളൊന്നും പണിക്ക് നിൽക്കില്ല. അതുകൊണ്ട് അവൻ ഇനി ഇവിടേക്കൊന്നും വരില്ല എന്ന് പറയുമ്പോൾ കൈലാസ് പറയണം, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതില്ല, ആ തീരുമാനം എടുക്കേണ്ടത് ഞാനാണ് എന്നും പറഞ്ഞ് പ്രിയനെ വിളിക്കാൻ കേട്ടോ. പ്രിയ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ പ്രിയൻ അവിടേക്ക് വരുന്നത് കാണുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ ഒരുപാട് സന്തോഷമാവും. കൈലാസ് ചോദിക്കുകയാണ്, പ്രിയ, നിനക്ക് ജോലിയിൽ തുടരാൻ താല്പര്യമില്ലേ? നീ ഇന്ന് തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രിയൻ എനിക്ക് സമ്മതമാണെന്ന് പറയട്ടോ. പ്രിയന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ പ്രിയനെ വീണ്ടും ഈ ജോലിയിലേക്ക് വിളിച്ചത് എന്ന് കൈലാസ് പറയണം. അപ്പോൾ അതൊന്നും തന്നെ പാർവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പ്രിയനെ കണ്ടപ്പോൾ തന്നെ പാർവതിക്ക് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ കൈലാസ് പറയണേ, ഇതുവരെ നടന്നതെല്ലാം നിങ്ങൾ മറന്നേക്ക്, ഇനി മുതൽ നിങ്ങളുടെ സൂപ്പർവൈസറായിട്ട് പ്രിയൻ തന്നെയാണ് ഉള്ളത് എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയൻ പാർവതിയെ നോക്കി പുഞ്ചിരിക്കുമ്പോഴൊന്നും പാർവതി ദേഷ്യത്തിൽ പ്രിയനെ നോക്കാൻ കേട്ടോ. അപ്പോൾ പ്രിയന് കാര്യം മനസ്സിലാവാണ്. ഇപ്പോഴും പാർവതിക്ക് എന്നോടുള്ള ദേഷ്യവും മാറിയിട്ടില്ല, ഞാൻ നിരപരാധിയാണെന്നുള്ളത് ഇപ്പോഴും പാർവതി ഉൾക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാവാട്ടോ. അങ്ങനെ കൈലാസ് പ്രിയന്റെ ചെവിയിൽ സ്വകാര്യത്തിൽ പറയാണ്, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളത് നീ തന്നെ വേണം തെളിയിക്കാൻ. അതിന് ആരാണ് ആ മൊബൈലിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളത് നീ തന്നെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് കൈലാസ് അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ പ്രിയൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടിയിട്ടാണ് ചെല്ലാണ്. സന്തോഷത്തോട് കൂടിയിട്ട് ജയന്തിയും സൗസുവും മോഹനൊക്കെ ചെന്നിട്ട് സന്തോഷത്തോടു കൂടി പ്രിയനെ അങ്ങ് കെട്ടിപ്പിടിക്കാണ്ട്. അപ്പോൾ പാർവതി ദേഷ്യത്തിൽ പ്രിയനെ നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ പ്രിയൻ പാർവതിയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. പക്ഷേ പാർവതിയുടെ മനസ്സിലുള്ള ആ ദേഷ്യം അത് പ്രിയന് മനസ്സിലാവാണ്. അപ്പോൾ ജയന്തി മോഹനനും സൗസും ഒക്കെ പറയാണ്, നമുക്കിനി പാർവതിയുമായിട്ട് ഒരു കൂട്ടും വേണ്ട, ഞങ്ങളുടെ പ്രിയൻ തെറ്റുകാരനല്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവൾ പ്രിയനെ ജയിലിൽ കയറ്റാൻ നോക്കിയതാണ്, അവളോട് ഇനി ഞങ്ങൾ ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ പ്രിയൻ പറയണം, അങ്ങനെ പറയരുത് ജയന്തി, പാർവതിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവൾ വെറും തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്നെ കുറ്റക്കാരനാക്കിയത്. പക്ഷേ എൻ്റെ ഭാഗത്തുള്ള നിരപരാധിത്വം അത് അവളുടെ മുന്നിൽ തെളിയിച്ചാലാണ് അവൾക്ക് മനസ്സിലാവുകയുള്ളൂ. അവളുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്, എല്ലാവരും അവൾ ചെയ്തത് തന്നെയാണ് ചെയ്യത്തുള്ളൂ. കാരണം ഞാൻ തെറ്റുകാരനാണെന്നാണ് അവൾ വിശ്വസിച്ചിട്ടുള്ളത്, അവളുടെ കണ്ണിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ നിരപരാധിയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പാർവതിയുടെ മുന്നിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം, അതിനുള്ള വഴിയാണ് ഞാൻ ഇനി
നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പ്രിയൻ എല്ലാവരോടും ജോലിയിൽ കയറാൻ പറയണം. അപ്പോൾ പ്രിയൻ അവരോട് പറയണേ, എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ ഒരിക്കലും പാർവതിയെ അകറ്റി നിർത്തരുത്, പാർവതിയോട് നിങ്ങൾ പിണങ്ങി നടക്കരുത്, പാർവതി ഒരു പാവമാണ്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ ജയന്തി പറയണ പ്രിയനോട്, ഇല്ല, ഞാൻ ഒരിക്കലും പാർവതിയോട് ക്ഷമിക്കില്ല, അവൾ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ്, അവളോട് ഇപ്പം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നും പറഞ്ഞ് മോഹനനും സൗസവും ജയന്തിയും പാർവതിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അപ്പോൾ പ്രിയൻ പറയുന്നുണ്ട്, വേണ്ട ജയന്തി, വെറുതെ പാർവതിയോട് ഒന്നും ചോദിക്കേണ്ട, പാർവതി നിരപരാധിയാണെന്ന് പറയുമ്പോൾ ഇല്ല, അവളോട് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് ജയന്തി പാർവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, ഇപ്പം എന്തുണ്ടായി, നീയല്ലേ പറഞ്ഞത് ഞങ്ങളുടെ പ്രിയൻ തെറ്റുകാരനാണെന്നുള്ളത്, നീ അവൻ വീഡിയോ വെച്ചത് കണ്ടു എന്നൊക്കെ നീ എന്തൊക്കെയാണ് പോലീസിനോട് പറഞ്ഞത്, ഇപ്പോൾ എന്തുണ്ടായി, ഞങ്ങളുടെ പ്രിയൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഈ പോലീസുകാരെ തന്നെയല്ലേ അവനെ വിട്ടയച്ചത് എന്ന് പറയട്ടോ. അപ്പം നിനക്ക് എന്താടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാനുള്ളത് എന്ന് ജയന്തി ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. ഇനി ഇപ്പം തന്നെ പ്രിയനോട് മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, ഞാൻ എന്തിനു മാപ്പ് പറയണം, പോലീസുകാർ ചിലപ്പോൾ ഇവരെ വെറുതെ വിട്ടയച്ചിട്ടുണ്ടാവും, പക്ഷേ ഇയാൾ ചെയ്ത തെറ്റ് അത് തെറ്റ് തന്നെയാണ്, ഞാനത് കണ്ണുകൊണ്ട് കണ്ടതാണ്, ഇനി ഇയാൾ നിരപരാധിയാണെങ്കിൽ അത് എൻ്റെ മുന്നിൽ ഇയാൾ തെളിയിച്ചു തരണം, എങ്കിൽ മാത്രമാണ് ഞാൻ ഇനി വിശ്വസിക്കുള്ളൂ എന്നും പറഞ്ഞ് പാർവതി അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ സൗസവനും ജയന്തിക്കും മോഹനനും പ്രിയനും ഒന്നും പറയാനാവാതെ അവർ മിണ്ടാതെ നിൽക്കുകയാണ്. പാർവതിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പ്രിയൻ ആ സമയം മനസ്സിൽ ചിന്തിക്കാട്ടോ. എൻ്റെ നിരപരാധിത്വം എനിക്കത് പാർവതിയുടെ മുന്നിൽ തെളിയിക്കണം, ആരാണ് ഇത് ചെയ്തതെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കും എന്ന് പ്രിയ മനസ്സിൽ തീരുമാനിക്കുകയാണ്. സമയം കൈലാസ് 2 ഗിഫ്റ്റുകളുമായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അതിൽ ഒരെണ്ണം പാർവതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആവും. അപ്പോൾ അത് ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് അവിടേക്ക് മുക്ത വരുന്നത്. അങ്ങനെ മുക്ത കൈലാസിനെ ചോദിക്കുകയാണ്, എന്തിനാണ് അവനെ വീണ്ടും ജോലിയിൽ നിയമിച്ചത്, അവനൊരു ഫ്രോഡാണെന്നുള്ളത് മനസ്സിലായില്ലേ, ഇനി എന്തിനാണ് അവനെ പോലെയുള്ളവരൊക്കെ ഈ ജോലിയിൽ വെക്കുന്നത്, ഇവിടെ പെൺകുട്ടികൾക്ക് ഇവിടെ സ്ത്രീകൾക്ക് എന്ത് സേഫാണുള്ളത് അവൻ ഇവിടെ ജോലിക്ക് വന്നാൽ എന്ന് ചോദിക്കുമ്പോൾ കൈലാസ് പറയാണ്, മുക്ത നീ കരുതുന്നത് പോലെയല്ല, പ്രിയൻ നിരപരാധിയാണ്, പ്രിയൻ അത്രക്കാരനല്ല, പ്രിയന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പ്രിയനെ ഇവിടെ വീണ്ടും ജോലിയിൽ നിയമിച്ചത്. അപ്പോൾ മുക്ത ചോദിക്കുകയാണ്, അവനല്ലെങ്കിൽ പിന്നെ ആരാണ് ആ തെറ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം, നീ ഇത് തലയിടാൻ നിൽക്കണ്ട, എനിക്കറിയാം ഇതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത്, നീ ഇപ്പോൾ തൽക്കാലം നിന്റെ ജോലി നോക്കിക്കോ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് മുക്തയെ കൈലാസ് അവിടെ നിന്ന് പറഞ്ഞയക്കാം കേട്ടോ. അപ്പോഴാണ് മുക്തയുടെ കണ്ണിൽ പെട്ടെന്ന് ആ ഗിഫ്റ്റ് കാണുന്നത്. അപ്പോൾ ഇത് കൈലാസ് ഒരു ഗിഫ്റ്റ് ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്ന് പറയട്ടോ. സ്പെഷ്യലോ, അത് ആർക്കാണ് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത്, ഞാൻ വിദേശത്ത് നിന്നും പോയി വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ്, ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്, ഇത് കൊടുക്കാനുള്ളതാണ്, ഇത് ആർക്ക് കൊടുക്കാനാണെന്ന് ചോദിക്കട്ടെ. അപ്പോൾ മുക്തയുടെ മനസ്സിൽ ഇത് എനിക്കുള്ള ഗിഫ്റ്റ് ആയിരിക്കും എന്നാണ് കേട്ടോ മുക്ത മനസ്സിൽ ചിന്തിക്കുന്നത്. അപ്പോൾ കൈലാസ് പറയണ, സ്പെഷ്യലായ ആൾക്ക് സ്പെഷ്യലായിട്ട് തന്നെയല്ലേ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ മുക്ത സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് എന്നാൽ എനിക്ക് തന്നേക്ക് എന്ന് പറയുമ്പോൾ നിനക്കല്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി എനിക്കല്ലേ പിന്നെ ആർക്കാണിത്, സ്പെഷ്യലായ ഒരാൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ. എന്നിട്ട് കൈലാസ് ഷെൽഫ് തുറന്ന ശേഷം ഒരു ഗിഫ്റ്റ് എടുത്ത് മുക്തയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മുക്ത അത് വാങ്ങാൻ ഇങ്ങനെ പഠിച്ചു നിൽക്കുമ്പോൾ കൈലാസ് പറയുന്നത്, ഇത് വാങ്ങിക്കും മുക്ത എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുക്ത വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ ഇത് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ അതല്ലേ നിന്നോട് പറഞ്ഞത്, ഇത് സ്പെഷ്യലായ ഒരാൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാണ്. എന്നിട്ട് പറയണേ, ഇത് ഞാൻ എങ്ങനെ കൊടുക്കണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ഒരു വിഷമത്തോട് കൂടി ഇരിക്കുകയാണ്. എന്തായാലും നിനക്കിപ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ ആ ഗിഫ്റ്റ് തന്നില്ല, അതുപോലെ അയാൾക്കും ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ആ ഗിഫ്റ്റ് കൊടുക്കാം, എന്നാൽ ഇനി വൈകിക്കുന്നില്ല എന്നും പറഞ്ഞ് കൈലാസ് ആ ഗിഫ്റ്റുമായിട്ട് നേരെ പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ മുക്ത മനസ്സിൽ ചിന്തിക്കുകയാണ്, കൈലാസ് ആർക്കാവും ആ സ്പെഷ്യലായ ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളത്, ആരാണെങ്കിലും എനിക്കത് കാണണം എന്ന് പറഞ്ഞ് കൈലാസ് കാണാതെ മുക്ത കൈലാസിൻ്റെ പുറകെ ചെല്ലുകയാണ്. സമയം പാർവതി നല്ല തിരക്കിലായിരിക്കും. പാർവതി എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കാവും. അപ്പോഴാണ് അവിടേക്ക് അരവിന്ദൻ വരുന്നത്. എന്നിട്ട് അരവിന്ദൻ പാർവതിയെ നോക്കുകയാണ് കേട്ടോ. ഇവൾക്കിട്ട് ഒരു പണി കൊടുക്കണം, എൻ്റെ ബിസിനസ് എല്ലാം തകർത്ത ഇവളെ ഇനി വെറുതെ വിട്ടൂടാ, ഇവളെ ഇന്ന് തന്നെ ഇല്ലാതാക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് പാർവതിയുള്ള ആ ഭാഗത്തേക്ക് അരവിന്ദൻ ചെന്ന് അവിടെയുള്ള ഒരു ഇസ്തിരിപ്പെട്ടി എടുക്കണ്ടോ, അയൺ ബോക്സ് എടുത്ത് അതിലെ വയറെടുത്ത് കട്ട് ചെയ്യാണ്. എന്നിട്ട് പാർവതിയെ ഷോക്കടിപ്പിച്ച് കൊല്ലണം എന്നുള്ള തീരുമാനമാണ് കേട്ടോ അരവിന്ദൻ എടുക്കുന്നത്. അങ്ങനെ അരവിന്ദൻ അത് കട്ട് ചെയ്ത ശേഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ കരുണാകരൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് അരവിന്ദൻ പറയാണ്, കരുണാകരൻ സാർ, എനിക്കൊന്ന് ഒരു പ്രൊഡക്റ്റ് വേണം, ഒരു ക്ലയൻറ്റ് വിളിച്ചിരുന്നു, അവർക്ക് ആ പ്രൊഡക്റ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും അയൺ ചെയ്ത് വെച്ച പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഈ നേരത്ത് അയൺ ചെയ്യാനൊന്നും സാധിക്കില്ല, ആരും തന്നെ ഇവിടെ ഇല്ല അയൺ ചെയ്യാൻ, അവരൊക്കെ ഇന്ന് ലീവിലാണ്, അതുകൊണ്ട് അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതെടുത്ത് കൊണ്ടുപോയിക്കോ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, എനിക്ക് ഫ്രഷ് ആയിട്ട് അയൺ ചെയ്തത് തന്നെ വേണം, അതിനിവിടെ ആരുമില്ല എന്ന് പറയുമ്പോൾ അതിനെന്താ ആ നിൽക്കുന്ന പാർവതി ഉണ്ടല്ലോ, ആ പാർവതിയെ കൊണ്ട് അയൺ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ കരുണാകരൻ പറയുന്നത്, അവൾക്ക് അതൊന്നും അറിയില്ല, അവളൊരു പട്ടിക്കാട്ടുകാരിയാണ്, അവളൊക്കെ അയൺ ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അയൺ ചെയ്യാൻ പോലും അറിയാത്ത ആളെയാണോ കരുണാകരൻ സാർ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്, അതൊക്കെ അവൾക്കറിയും, കരുണാകരൻ സാർ പറഞ്ഞാൽ മതി, ഒരു പ്രൊഡക്റ്റ് എടുത്ത് എനിക്ക് നല്ല വൃത്തിയിൽ തന്നെ അയൺ ചെയ്ത് തരാൻ വേണ്ടി പറ എന്ന് പറയട്ടോ. അങ്ങനെ കരുണാകരൻ പാർവതിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയണേ, അതിൽ നിന്നും ഒരു ഷർട്ട് എടുത്ത് അയൺ ചെയ്ത് അരവിന്ദൻ സാറിൻ്റെ അടുത്ത് കൊടുക്കണം എന്ന് പറയട്ടോ.
കേട്ടോ. അതിനെന്താ, ഞാൻ ഇപ്പോൾ തന്നെ അയൺ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞ് പാർവതി അയൺ ചെയ്യാൻ വേണ്ടി അയൺ ബോക്സിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ അരവിന്ദ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതോടുകൂടി നിന്റെ കഥ പോക്കാണ്, ഇന്നത്തോടു കൂടി നീ ഈ ലോകം വിട്ടു പോവും, ഗുഡ് ബൈ പാർവതി എന്നൊക്കെ മനസ്സിൽ അരവിന്ദൻ ചിന്തിക്കുകയാണ്. അങ്ങനെ പാർവതി അയൺ ചെയ്യാൻ വേണ്ടി അയൺ ബോക്സ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഒരുങ്ങാൻ കേട്ടോ. ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് കൈലാസ് അവിടെ എത്തിയിട്ട് പാർവതി എന്നങ്ങ് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. അപ്പോൾ എന്താ സാർ എന്ന് പറഞ്ഞ് പാർവതി എന്താണ് സാർ എന്ന് ചോദിക്കുമ്പോൾ ഇതാ എവിടേക്ക് വന്നേ എന്ന് പറയണേ. അങ്ങനെ അയൺ ബോക്സ് തൊടാതെ പാർവതി നേരെ കൈലാസിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ. എന്താണ് സാർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, അത് തരാൻ വേണ്ടി വന്നതാണ്. ഗിഫ്റ്റോ? എനിക്ക് എന്തിനാണ് സാർ ഗിഫ്റ്റൊക്കെ തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്താ, നീ ഞങ്ങളുടെ കമ്പനി, ഞങ്ങളുടെ ഈ ഒരു സ്ഥാപനം എത്ര വലിയ അപകടത്തിൽ നിന്നാണ് നീ രക്ഷിച്ചത്. ഇന്ന് ഞങ്ങളുടെ ഈ കമ്പനി പോലീസ് അറിഞ്ഞാൽ സീല് വെച്ചിരുന്നു, അതിൽ നിന്നെല്ലാം രക്ഷിച്ചത് നീയല്ലേ പാർവതി, അതിന് നിനക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരണ്ടേ എന്ന് പറയുമ്പോൾ അതിനല്ലേ സാർ ഞങ്ങളെ സാറിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നത്, പിന്നെ എന്തിനാണ് ഈ ഗിഫ്റ്റ് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നീ കാരണമാണെന്ന് പറയുമ്പോൾ ഞാൻ കാരണമോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ മുക്ത അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ മുക്തയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരട്ടോ, ഈ പട്ടിക്കാട്ടുകാരിയെ ഇവൾക്ക് എന്തിനാണ് ഇത്ര സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്, അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെയാണോ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് മുക്ത മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ പാർവതിക്ക് നിർബന്ധിച്ച് കൈലാസ് ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അരവിന്ദനും അതെല്ലാം തന്നെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരവിന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവളെ രക്ഷപ്പെടുത്തി, ഇത്ര പെട്ടെന്ന് അവളെ രക്ഷപ്പെടുത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും അവളെ വെറുതെ വിട്ടുകൂടാ, അവൾ ഇന്ന് തന്നെ ഇല്ലാതാവണം എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ ഗിഫ്റ്റ് വാങ്ങിയ ശേഷം കൈലാസിനോട് പാർവതി പറയണേ, എനിക്ക് അരവിന്ദൻ സാർ ഒരു ജോലി തന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ട് അത് ചെയ്തു കൊടുക്കണം, ഞാൻ എന്നാൽ അങ്ങോട്ട് പോവട്ടെ സാർ എന്ന് ചോദിക്കുമ്പോൾ ആ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് കൈലാസ് പറഞ്ഞയക്കാണ്ടോ. അങ്ങനെ കൈലാസ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മുക്തയെ കാണുമ്പോൾ മുക്ത പറയുന്നത്, കൈലാസ് ഈ കാണിക്കുന്നത് സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഈ പട്ടുകാട്ടുകാരിക്കാണോ കൊടുക്കുന്നത്, എന്താ കൈലാസിന് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ മുക്ത അങ്ങനെ പറയുന്നത്, നമ്മുടെ പാർവതി നമ്മുടെ കമ്പനിക്ക് വേണ്ടി എത്ര വലിയ സഹായമാണ് ചെയ്തത്, എന്ത് വലിയ അപകടത്തിൽ നിന്നാണ് പാർവതി നമ്മുടെ കമ്പനിയെ രക്ഷിച്ചത്, അതൊക്കെ നീ മറന്നോ, നീ എന്താ മുക്ത ഇങ്ങനെ സില്ലിയായി ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് കൈലാസ് മുക്തയുടെ ഷോൾഡറിൽ അങ്ങ് പിടിക്കാണ്ട. അതോടുകൂടി മുക്തയുടെ മനസ്സങ്ങ് അലിഞ്ഞു പോവാണ്. എന്നിട്ട് കൈലാസ് പോയി കഴിഞ്ഞ ശേഷം അത് ശരിയാണല്ലോ, ഞാൻ വെറുതെ എൻ്റെ കൈലാസിനെ തെറ്റിദ്ധരിച്ചു, അവളെ പോലെയുള്ളവളെയൊന്നും ഒരിക്കലും കൈലാസ് പ്രണയിക്കില്ല, ഒരു പിച്ചക്കാരിയെ പോലെയുള്ള അവളെ എന്തിനാണ് ഇത്രയും വലിയ കോടീശ്വരനായ കൈലാസ് പ്രേമിക്കുന്നത്, വെറുതെ എൻ്റെ മനസ്സിൽ എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഓരോന്ന് തോന്നിയതാണെന്ന് മനസ്സിൽ സ്വയം മുക്ത ചിന്തിച്ചിട്ട് മുക്ത അവിടെ നിന്ന് പോവാട്ടോ. ഈ സമയം അരവിന്ദൻ ഇതിങ്ങ് നോക്കി നിൽക്കുകയാണ്. ഇപ്പം തന്നെ പാർവതി വന്ന് ആ അയൺ ബോക്സിൽ എന്തായാലും തൊടാതിരിക്കില്ല എന്ന് മനസ്സിൽ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് പാർവതി അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഇലക്ട്രിക് മാൻ അവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അയാൾ അത് റിപ്പയർ ചെയ്യാവും. അപ്പോൾ പാർവതി പറയണേ, എന്നോട് അരവിന്ദൻ സാർ അയൺ ചെയ്യാൻ പറഞ്ഞതാണ്, എന്താണ് നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി നീ ഇത് തൊടാതിരുന്നത് നന്നായുള്ളൂ, ഈ അയൺ ബോക്സിൽ നിന്നും ഷോക്ക് അടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഷോക്കോ, അയ്യോ ഞാൻ ഇപ്പോൾ ഇത് തൊടാൻ വന്നതായിരുന്നു, നിന്നെ ദൈവം രക്ഷിച്ചു, ഇതെങ്ങാനും നീ തൊട്ടിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു, നിന്നെ രക്ഷിച്ചതാണ്, ദൈവമായിട്ടാണ് രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ കൈലാസ് സാർ വിളിച്ചത് കൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയട്ടോ. അപ്പോൾ കൈലാസ് സാറാണ് നിന്നെ ദൈവമായിട്ട് ഇപ്പോൾ ഈ രൂപത്തിൽ വന്ന് നിന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് അയാൾ പറയാണ്. അങ്ങനെ ആ ഇലക്ട്രിക് മാൻ ആ അയൺ ബോക്സ് എടുത്ത് ഷോക്ക് അടിക്കുന്ന ഭാഗം അങ്ങ് മാറ്റിക്കളയാൻ കേട്ടോ. അപ്പോൾ പാർവതി പറയണം, എങ്കിൽ ഞാൻ മറ്റു അയൺ ബോക്സ് എടുത്ത് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഞാൻ തന്നെ അരവിന്ദൻ സാറിനോട് പറഞ്ഞോളാം, എനിക്കിവിടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനുണ്ട്, എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, കമ്പനിയിലെ സുരക്ഷ അത് അത്യാവശ്യമാണെന്നുള്ളത് പണിക്കർ സാർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് കുറച്ച് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരാതിരുന്നത്, ഇനി എനിക്ക് എല്ലാ ഇലക്ട്രിക് ബോക്സുകളും നോക്കണം, അയൺ ബോക്സുകളും നോക്കണം, എന്നതിൻ്റെ ശേഷം മാത്രം മതി ഇനി അയൺ ചെയ്യുക എന്ന് പറഞ്ഞ് പാർവതിയെ അയാൾ അവിടെ നിന്നും പറഞ്ഞയക്കാം കേട്ടോ. അങ്ങനെ കൈലാസ് കൃത്യസമയത്ത് വന്നത് കൊണ്ടാണ് നീ ഈ ഷോക്കിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് ഇലക്ട്രിക് മാൻ പറഞ്ഞത് കേട്ടപ്പോൾ കൈലാസ് ഒരു ദൈവമായിട്ടാണല്ലോ എൻ്റെ മുന്നിലേക്ക് വന്നത് എന്നാണ് കേട്ടോ പാർവതി ആ നിമിഷം ചിന്തിച്ചു പോകുന്നത്. പാർവതിക്ക് കൈലാസിനോടുള്ള ഇഷ്ടവും ബഹുമാനവും കൂടിക്കൂടി വരികയാണ്. ഈ സമയം പാർവതിയുടെ വീടിൻ്റെ ആധാരം നടേശൻ കൊണ്ടുചെല്ലുന്നത് രുദ്രപ്രതാപൻ്റെ അടുത്താണ് കേട്ടോ. എന്നിട്ട് നടേശൻ പറയാണ്, ഈ ഒരു ആധാരം ഇത് ജനാർദ്ദനൻ്റെ ആധാരമാണ്, ഇത് വെച്ച് എനിക്ക് ആവശ്യമുള്ള തുക എനിക്ക് വേണമെന്ന് പറയുമ്പോൾ രുദ്രപ്രതാപന് അത് മനസ്സിലൊരു ലഡു പൊട്ടുകയാണ് കേട്ടോ. ആ ജനാർദ്ദനെയും പാർവതിയെയും ഒരു വരച്ച വരെ നിർത്താൻ എനിക്ക് ഇതിലും വലിയൊരു അവസരം ഇനി വീണ് കിട്ടാനില്ല എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഉണ്ണിയുടെ മുഖത്തേക്കൊന്ന് പ്രതാപം നോക്കുകയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ, ഞാൻ കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഈ ആധാരം വെച്ച് തന്നെ എനിക്ക് പാർവതിയെ എനിക്ക് ജനാർദ്ദനന് വിവാഹം കഴിച്ചു തരേണ്ടി വരും എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് നടേശൻ്റെ കയ്യിൽ നിന്നും ആധാരം വാങ്ങിയിട്ട് മറ്റൊരാൾക്ക് വട്ടിപ്പലിശക്കാരന്
കൊടുക്കേണ്ടോ. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്നും നടേശൻ പൈസ വാങ്ങുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നടേശൻ പറയുന്നുണ്ട്, ഇത് ജനാർദ്ദനന് എനിക്കിപ്പോൾ തുക തരാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നോട് പറഞ്ഞത് ഈ ആധാരം വെച്ച് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പണയം വെച്ച് നിങ്ങൾക്ക് തരാനുള്ള പൈസ എടുത്തോളൂ എന്നുള്ളത് ജനാർദ്ദനൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ പ്രതാപ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് നടേശൻ പറയട്ടോ. അപ്പോൾ നടേശനോട് പ്രതാപൻ പറയുന്നുണ്ട്, അതിനെന്താ, എനിക്കറിയാവുന്ന ആളുടെ അടുത്ത് തന്നെ നിങ്ങൾ ഈ ആധാരം പണയം വെച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള തുക അദ്ദേഹം തരുമെന്ന് പറഞ്ഞ് പ്രതാപൻ നല്ലവനായി അഭിനയിച്ച് നടേശന്റെ മുന്നിൽ നല്ലവനായി അഭിനയിച്ച് പ്രതാപന്റെ ഒരു സഹായിക്ക് തന്നെയാണ് കേട്ടോ ആ ഒരു ആധാരം കൊടുക്കുന്നത്. ഇനി ജനാർദ്ദനെയും പാർവതിയെയും ഈ ആധാരം വെച്ച് തന്നെ ഞാൻ വരച്ച വരയിൽ നിർത്തും, എന്നിട്ട് പാർവതിയെ ഞാൻ തന്നെ വിവാഹം കഴിക്കും എന്നൊക്കെയാണ് കേട്ടോ പ്രതാപൻ മനസ്സിൽ ചിന്തിക്കുന്നത്.